ഇനി അടുത്ത സ്റ്റെപ്പ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള RPU സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യുന്നത് NSDL വെബ്സൈറ്റിൽ നിന്നാണ്. ഇത് നമ്മുടെ WinView ആണ്. ഇത് ക്ലോസ് ചെയ്യേണ്ട, നമുക്ക് ആവശ്യം വരും. അടുത്തൊരു ടാബിൽ tin-nsdl.com എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. കുറച്ച് വാർണിംഗ് മെസ്സേജുകൾ കാണും, അത് കണ്ടിന്യൂ അടിച്ചാൽ മതി. ഇതിൽ സർവീസസ് എന്ന മെനുവിൽ ആദ്യം തന്നെ കാണുന്ന ETDS or ETCS അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ETDS or ETCS RPU എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് താഴോട്ട് പോയി ഇവിടെ കാണുന്നു ഡൗൺലോഡ് RPU വേർഷൻ 3.1. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് 3.1. ഇതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വളരെയധികം മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വിത്തിൻ 1 മിനിറ്റ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഇനി അത് ഓപ്പൺ ചെയ്യുക. എക്സ്ട്രാക്ട് ടു എന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക്, ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്ക് അത് എക്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത് വേണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ RPU 3.1 എന്നൊരു ഫോൾഡർ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാവുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഒരുപാട് ഫയലുകൾ കാണാം. അതിൽ TDS RPU 3.1 എന്ന ഒരു ഫയൽ കാണാം. അതിന് തൊട്ട് മുകളിൽ TDS RPU എന്ന് പറയുന്ന വേറൊരു ഫയൽ കാണാം. അതല്ല, അത് ബാച്ച് ഫയലാണ്. അതിന് പകരം TDS RPU 3.1 അഥവാ എക്സിക്യൂട്ടബിൾ ജാർ ഫയൽ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. ജാവ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ഒരു പ്രീ റിക്വിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും. അതിൽ പറയുന്നത് ജാവ വേണമെന്നൊക്കെയാണ്. അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ജാവ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ RPU സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി. ഇതിൽ ആദ്യമായിട്ട് ഫോം നമ്പർ എന്നുള്ള സ്ഥലത്ത് 24Q, പിന്നെ റെഗുലർ, നമ്മൾ ഒരിക്കൽ തെറ്റി പിന്നെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ റെഗുലർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. എന്നിട്ട് ക്ലിക്ക് ടു കണ്ടിന്യൂ. ഓപ്പൺ എ സേവ്ഡ് റെഗുലർ ഫയൽ എന്നുള്ളത് നമ്മൾ കുറച്ച് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് ഈ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നും പറഞ്ഞു. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ ഈ സെക്ഷനിൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. ആദ്യം നമ്മുടെ ടാൻ നമ്പർ, എൻട്രി ചെയ്തതിനു ശേഷം ഫിനാൻഷ്യൽ ഇയർ, അപ്പോൾ ഈ വർഷമാണെങ്കിൽ അതിന് നമ്മൾ 2019-20 അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനൊരു മെസ്സേജ് കാണും, ക്വാർട്ടർ സെലക്ട് ചെയ്യുന്നതിന്. അപ്പോൾ മുകളിൽ നിന്ന് നമ്മുടെ 4ാമത്തെ ക്വാർട്ടർ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് ടാൻ ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതില്ല. ഈ സ്റ്റാർ ഇട്ടത് മാത്രമേ നമ്മൾ അത്യാവശ്യമുള്ളൂ. പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത് നമ്മുടെ ഗവൺമെന്റ് ഓഫീസിന് സാധാരണ ചേർക്കാറ് പാൻ നോട്ട് പ്രിപ്പയർഡ് എന്നാണ്. അതിനുശേഷം ടൈപ്പ് ഓഫ് ഡിഡക്റ്റർ എന്നുള്ളിടത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെലക്ട് ചെയ്യുക. ബാക്കിയൊന്നും ഈ സെക്ഷനിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതില്ല. റെഗുലർ റിട്ടേൺ ആയതുകൊണ്ട് ഇതൊന്നും വേണ്ട. റിവൈസ്ഡ് റിട്ടേൺ ആണെങ്കിൽ ഇനിയും കുറെ കൂടി കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഈ 2ാമത്തെ സെക്ഷനിലേക്ക് വരാം. ഇവിടെ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ
ടാൻ പ്രകാരമുള്ള ഓഫീസിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ഞാൻ തൽക്കാലം വെറുതെ ഒരു കാര്യം ഇനി ചെയ്യുന്നു. ഇനി ഈ ബ്രാഞ്ച് ഓർ ഡിവിഷൻ എന്നുള്ളിടത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് എറർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ ഇനി ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ പേര് കൊടുത്താലും മതി. സ്റ്റേറ്റ് നെയിം കേരള. ബാക്കി ഇതൊന്നും വേണ്ട. നെയിം ഓഫ് പ്രിമൈസസ് നമുക്ക് ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ കൊടുത്താലും മതി. അത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏരിയ, ലൊക്കേഷൻ, പിൻകോഡ്, ടെലിഫോൺ നമ്പർ കൊടുക്കാം. ആൾട്ടർനേറ്റ് ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെയാണ് അക്കൗണ്ട്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലാ ട്രഷറിയുടെ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ആ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്തു. GSTN നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇതൊന്നും വേണമെന്നില്ല. ഫ്ലാറ്റ് നമ്പർ എന്നുള്ളത് കമ്പൽസറി ആണ്. ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിന്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കോഡോ മറ്റോ കൊടുത്താൽ മതി. റോഡ്, സ്ട്രീറ്റ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. ടൗൺ ഓർ ഡിസ്ട്രിക്റ്റ് എന്നുള്ളിടത്ത് ജില്ല ഫില്ല് ചെയ്യാം. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇമെയിൽ ID കൊടുക്കാം. സ്ഥാപനത്തിന്റെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ആൾട്ടർനേറ്റ് ഇമെയിൽ ID കൊടുക്കാം. ഹാസ് അഡ്രസ് ചേഞ്ച്ഡ് സിൻസ് ലാസ്റ്റ് റിട്ടേൺ. കഴിഞ്ഞ ക്വാർട്ടറിൽ റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം അഡ്രസ്സിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സെഷനും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഭാഗം. ഇവിടെ നെയിം എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ്. അത് എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ വെറുതെ ഒരു പേര് കൊടുക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ കൊടുക്കുക. നെയിം ഓഫ് ദി പ്രിമൈസസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ സ്കൂളിന്റെ അഡ്രസ്സോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അഡ്രസ്സോ കൊടുത്താലും മതി. ടെലിഫോൺ നമ്പർ കൊടുക്കാം. ഇവിടെയും ചോദിക്കുന്നുണ്ട് ഹാസ് അഡ്രസ് ചേഞ്ച്ഡ് സിൻസ് ലാസ്റ്റ് റിട്ടേൺ. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഇത് മാറിയിട്ടുണ്ടോ എന്നുള്ളത്. ഹാസ് റെഗുലർ സ്റ്റേറ്റ്മെന്റ് ഫോർ ഫോം 24Q ഫയൽഡ് ഫോർ ഏർലിയർ പീരീഡ്. നേരത്തെ ചെയ്തിട്ടുണ്ടോ, ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ഇവിടെ സെയിം ആസ് എബവ് എന്നുള്ള ടിക്ക് ഇട്ടാൽ കുറച്ച് കാര്യങ്ങൾ കൂടി വരും. പിന്നെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നത് അത് നിർബന്ധമായിട്ടും കൊടുക്കണം. വെറുതെ ഒരു നമ്പർ കൊടുത്തു. ഇമെയിൽ ID കൊടുക്കാം. ആൾട്ടർനേറ്റ് ഇമെയിൽ ID കൊടുക്കാം. മൊബൈൽ നമ്പറും കൊടുക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ നേരത്തെ ഫയൽ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ക്വാർട്ടറിലെ ഈ TDS ചെയ്തതിന്റെ റെസിപ്റ്റ് നമ്പർ ഇവിടെ എൻട്രി ചെയ്യണം. അത് നിർബന്ധമാണ്. അതില്ലാതെ മുന്നോട്ട് പോവില്ല. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലെ സ്റ്റേറ്റ്മെന്റ് നോക്കി ആ റെസിപ്റ്റ് നമ്പർ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. ഫയലിന്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മാറ്റേണ്ടതില്ല. ലൊക്കേഷൻ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റാം. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ച TDS 4Q1920 എന്ന ഫോൾഡർ സെലക്ട് ചെയ്തു. അതിനകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം.
ഇതിൻ്റെ പേര് TDS എന്ന് നൽകുന്നു. ഓക്കെ, അതിനകത്തേക്ക് സേവ് ചെയ്യുന്നു. ഫയൽ ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഇത് നിർത്തി എപ്പോൾ വേണമെങ്കിലും ബാക്കി തുടരാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം ചലാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു ചലാനും ഇല്ല. ചലാൻ എന്ന് പറയുന്നത് നമ്മുടെ ബിൻവ്യൂ ഡീറ്റെയിൽസിൽ കണ്ട ഈ 3 ചലാൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ചലാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിന് ആഡ് റോസ് എന്നുള്ള ബട്ടൺ അമർത്തുക. എത്ര ചലാനാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ നമ്പർ നൽകുക. നോർമലി 3 ഓക്കെ, അപ്പോൾ 3 ചലാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ഈ ഭാഗം ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. TDS എന്നുള്ളതാണ് ആദ്യം. നമ്മൾ ഈ ഓരോ മാസത്തിലെയും റിപ്പോർട്ട് ചെയ്ത ടോട്ടൽ ടാക്സിന്റെ തുകയാണ് ഇവിടെ നൽകേണ്ടത്. നമ്മൾ നേരത്തെ ബിൻവ്യൂ നോക്കിയപ്പോൾ ഇവിടെ നോക്കിയിരുന്നു 65,100. ഇവിടെ 65,100 എന്ന് നൽകി. സർചാർജ് 00 തന്നെ മതി. എഡ്യൂക്കേഷൻ സെസ് അത് മതി. ഇൻട്രസ്റ്റ് വേണ്ട. ഫീ, പെനാൽറ്റി അപ്പോൾ അവിടെ പിന്നെ ഒന്നും വേണ്ട. പിന്നെ അതിങ്ങനെ കഴിഞ്ഞ് ഇവിടെ BSR കോഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രസ്തുത ചലാനിന്റെ BSR കോഡാണ്. അത് നമുക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ ഇവിടെ മിനിമൈസ് ചെയ്തിട്ടുള്ള ബിൻവ്യൂ ഡീറ്റെയിൽസ് എന്നാണ്. അതിൽ BSR കോഡ് എന്ന് പറയുന്നത് ഈ റെസിപ്റ്റ് നമ്പറാണ്. ഒന്നാമത്തെ ചലാന്റെ റെസിപ്റ്റ് നമ്പർ. അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നോക്കിയിട്ട് അപ്പുറത്ത് എൻ്റർ ചെയ്യാവുന്ന. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം Ctrl+V അമർത്തുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, അതിനുശേഷം ഡേറ്റ് ഓൺ വിച്ച് എമൗണ്ട് ഡിപ്പോസിറ്റഡ് ത്രൂ ചലാൻ എന്ന് പറഞ്ഞാൽ ആ മാസത്തിലെ ഏത് മാസമാണോ ആ ബില്ല് എൻകാഷ് ചെയ്തത്, എൻകാഷ് ചെയ്ത മാസത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസം. ജനുവരിയിലാണ് എൻകാഷ് ചെയ്തത്. ഇതേ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ കാണുന്നുണ്ട്, 31/1/2020. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. 31/1/2020. ഓക്കെ, അടുത്തത് ചലാൻ സീരിയൽ നമ്പർ. ചലാൻ സീരിയൽ നമ്പറും ഈ ബിൻവ്യൂ ഡീറ്റെയിൽസിലുണ്ട്. ചലാൻ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഈ DDO സീരിയൽ നമ്പറാണ്. അത് ഇവിടുന്ന് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇനി മോഡ് ഓഫ് ഡെപ്പോസിറ്റ് ത്രൂ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ ശമ്പളം നിന്ന് പിടിച്ചതുകൊണ്ട് അത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് S എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇൻട്രസ്റ്റ് ബി അലോക്കേറ്റഡ് എന്നുള്ളിടത്ത് 00 തന്നെ കിടന്നാൽ മതി. അതേഴ്സും 00 കിടന്നാൽ മതി. ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഇവിടെ ഈ 22ാമത്തെ കോളത്തിൽ പ്രത്യേകിച്ചൊന്നും സെലക്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പം ഒരു ചലാനിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ 3 മാസത്തെ ചലാൻ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി സേവ് ചെയ്യാം. സേവ് ബട്ടൺ അമർത്തുമ്പോൾ പഴയ ലൊക്കേഷൻ അവിടെ വരും. സേവ് ചെയ്താൽ മാത്രം മതി. RPU സോഫ്റ്റ്വെയറിൽ ഫോം എന്നതും ചലാൻ എന്നതും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഘട്ടമായിട്ടുള്ള അനക്സർ 1 ആണ്. അനക്സർ 1ലാണ്
ഓരോ ചെലാനിലും ഉൾക്കൊണ്ടിട്ടുള്ള മൊത്തം ടാക്സ് തുക ഓരോരുത്തർക്കും എത്ര വരുന്നു എന്ന് അബ്സോർബ് ചെയ്ത് നൽകുന്നത്. അതിനുവേണ്ടി ഓരോ ചെലാനിലും എത്ര പേര് അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓരോ മാസത്തിലെയും ചെലാനിൽ എത്ര ആളുകൾ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ സേവ് ചെയ്ത ഫയൽ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ജനുവരി മാസത്തില് 2 ടാക്സ് ബില്ലായിരുന്നു. ഇതിൽ STO 12 പേരാണ് ടാക്സ് അടച്ചത്. അതുപോലെ അതിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിൽ ഒരാൾക്കാണ് ടാക്സ് ഉള്ളത്. അപ്പോൾ മൊത്തം 13 പേര്. ഇനി അടുത്തത്തില് STO ഇതുപോലെ തന്നെ 12 ആളാണ് ടാക്സ് അടച്ചിട്ടുള്ളത്. അതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരാൾ, അപ്പോൾ അതും 13 ആണ്. ഇനി മാർച്ച് മാസത്തില് 3 ടാക്സ് ബില്ലുകൾ ഉണ്ടായിരുന്നു. STO 1 10 പേരാണ് ടാക്സ് അടച്ചിട്ടുള്ളത്. STO 2 ബില്ലിൽ ഒരാളും, അപ്പോൾ 11 ആളായി. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരാൾ, അങ്ങനെ 12 പേര്. അപ്പോൾ ജനുവരി 13, ഫെബ്രുവരി 13, മാർച്ച് 12 ഇങ്ങനെയാണ് ആളുകളുടെ എണ്ണം. ഇനി നമ്മൾ ഇൻസെർട്ട് എ റോ എന്നുള്ള ഓപ്ഷൻ എടുക്കും. ഇവിടെ ഓരോ ചെലാനും കാണുന്നു. ആദ്യത്തെ ചെലാനിൽ 13 പേരാണ് ടാക്സ് അടച്ചത്. രണ്ടാമത്തെ ചെലാനിൽ 13 പേര്. മൂന്നാമത്തെ ചെലാനിൽ 12 പേര്. ഓക്കെ, അപ്പൊ ഇത്രയും എണ്ണം നിരകൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. 38 നിരകൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ ചെലാൻ സീരിയൽ നമ്പർ 1 തന്നെ 13 എണ്ണം കാണും. കാരണം ആ ചെലാനിൽ 13 പേരുടെ വിവരങ്ങൾ ഓരോ നിരയായിട്ട് എൻട്രി ചെയ്യണം. 2ലും 13 കാണും, 3ൽ 12 കാണും. ഓക്കെ, പിന്നെ ഈ ആഷ് കളറിൽ കാണുന്നതൊന്നും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സ്വമേധയാ ചെലാൻ ഡീറ്റെയിൽസിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. വൈറ്റ് കളറിലുള്ളത് മാത്രമേ നാം ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. ഇതിൽ ആദ്യം 6ാമത്തെ കോളം മാത്രമേ ഫില്ല് ചെയ്യേണ്ടുള്ളൂ. ഇവിടെ സെക്ഷൻ എന്നുള്ളിടത്ത് 92A ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരാളുടെ വിവരം ഒന്ന് എൻട്രി ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ആദ്യത്തെ ബില്ലിലെ ടാക്സ് ഷെഡ്യൂൾ ഒന്ന് എടുക്കാം. ജനുവരി മാസത്തിലെ STOയുടെ ടാക്സ് ബില്ല്. ഓക്കെ, ഇതിൽ ആദ്യത്തെ എംപ്ലോയി ഈ ബിന്ദു എന്ന് പറഞ്ഞ എംപ്ലോയിയുടെ ഒന്ന് നമുക്ക് നോക്കാം. 92A എന്നുള്ള സെക്ഷൻ ഫില്ല് ചെയ്തു. പിന്നെ ബാക്കി ആഷ് കളർ കാണുന്നത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതില്ല. സീരിയൽ നമ്പർ അവിടെ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട്. എംപ്ലോയി റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് എംപ്ലോയി ID ആണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൻ നമ്പർ ആണ്. അപ്പോൾ ഈ ടീച്ചറുടെ പെൻ നമ്പർ നമുക്ക് ഇങ്ങോട്ട് എൻട്രി ചെയ്യുകയോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. Ctrl V എൻട്രി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ലാസ്റ്റ് പാൻ ഓഫ് ദി എംപ്ലോയി ഒന്നും വേണ്ട. പിന്നെ പാൻ ഓഫ് ദി എംപ്ലോയി അതും ഈ ടാക്സ് സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്തു, സെലക്ട് ആയി, കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ പാൻ ഓഫ് ദി എംപ്ലോയി എന്നുള്ള സ്ഥലത്ത് Ctrl V ചെയ്യുക. ഇനി അടുത്ത കോളം നെയിം ഓഫ് ദി എംപ്ലോയി. നെയിം ഓഫ് ദി എംപ്ലോയി ഇവിടെയുണ്ട്. കൺട്രോൾ. ഇനി ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എൻകാഷ് ചെയ്ത മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ഇതിപ്പോ ഡിസംബറിലെ ബില്ലാണ്. എൻകാഷ് ചെയ്തത് ജനുവരി മാസത്തിലാണ്. അപ്പോൾ ജനുവരി മാസത്തിലെ അവസാനത്തെ തീയതിയാണ് കൊടുക്കേണ്ടത്. 31/1/2020. ഓക്കെ, ദെൻ എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് എന്നുള്ളത് ഈ മാസത്തെ ശമ്പളത്തിലെ ഇവരുടെ ഗ്രോസ് സാലറിയാണ്. ഈ ടീച്ചറിന്റെ ഗ്രോസ് സാലറി. അത് ഈ ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ബില്ല് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ജനുവരി മാസം ബിൽ STO ഡിസംബർ അതൊന്ന് ഓപ്പൺ ചെയ്തു.
ഓക്കെ, അതില് ഈ ബിന്ദു എന്നുള്ള ടീച്ചറുടെ ഗ്രോസ് സാലറി നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇവിടെയുണ്ട് അവരുടെ ഗ്രോസ് സാലറിയുടെ കോളം 63,300. അത് കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുകയോ ചെയ്യാം. അത് എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് എന്നുള്ളിടത്ത് എൻ്റർ ചെയ്യാം. TDS എന്ന് പറയുന്നത് ഈ ശമ്പള ബില്ലിൽ അവരെ കയ്യിൽ നിന്നും പിടിച്ച ടാക്സ് ആണ്. ആ ടാക്സ് സ്റ്റേറ്റ്മെന്റിലുണ്ട്. 5,000 രൂപയാണ്. അതും എൻ്റർ ചെയ്തു. സർചാർജ് 0 നൽകിയാൽ മതി. എഡ്യൂക്കേഷൻ സെസ് 0. ടോട്ടൽ ടാക്സ് അവിടെ സ്വമേധയാ വന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ ടാക്സ് ഡിപ്പോസിറ്റഡും അവിടെ വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന എൻകാഷ് ചെയ്ത മാസത്തിലെ അവസാനത്തെ ദിവസം തന്നെ അതേ ഡേറ്റ് തന്നെ കൊടുത്താൽ മതി, വ്യത്യാസപ്പെടുത്തേണ്ടതില്ല. ഓക്കെ, ഇനി റിമാർക്സ് റീസൺ ഫോർ നോൺ ഡിഡക്ഷൻ അത് നമുക്ക് സാധാരണഗതിയിൽ ആവശ്യം വരുന്നില്ല, അതേപോലെ തന്നെ വിട്ടാൽ മതി. സർട്ടിഫിക്കറ്റ് നമ്പറും ഒന്നും കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് ഒന്നുകൂടി നോക്കാം. 6ാമത്തെ കോളത്തിൽ 92A എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ എംപ്ലോയി റെഫറൻസ് കോഡ് എന്നുള്ളിടത്ത് പെൻ നമ്പർ നൽകുക, പാൻ നമ്പർ, പേര്, ഇത് എൻകാഷ് ചെയ്ത മാസത്തിലെ അവസാനത്തെ തീയതി, ഇത് ആ മാസത്തിലെ അവരുടെ ഗ്രോസ് സാലറി, അതിൽ പിടിച്ചിട്ടുള്ള TDS, സർചാർജ് 0, എഡ്യൂക്കേഷൻ സെസ് 0, ടോട്ടൽ ടാക്സ് ഡിപ്പോസിറ്റഡ് അവിടെ സ്വമേധയാ വരുന്നു. ഇതും എൻകാഷ് ചെയ്ത മാസത്തിലെ അവസാനത്തെ തീയതി. ഇത്ര മാത്രമേ ഒരാളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ടതുള്ളൂ. ഇങ്ങനെ ഈ 38 നിരകളും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇത് തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നമ്മൾ നേരിടേണ്ടി വരും. പാൻ നമ്പർ തെറ്റിയാൽ എമൗണ്ട് വേറെ ആളുകളിലേക്ക് ക്രെഡിറ്റ് ആവും. ഡേറ്റ് തെറ്റിയാൽ ആ ഡേറ്റിനനുസരിച്ച് ലേറ്റ് ഫീയും മറ്റൊക്കെ നോട്ടീസ് വരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഇത് ഇത്രയും ചെയ്ത് തീർക്കുന്നതിനുള്ള സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ടൂള് സജ്ജമാക്കിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ആക്സസിൽ പ്രവർത്തിക്കുന്ന ഒരു ടൂളാണ്. വിൻഡോസ് അധിഷ്ഠിതമാണ്. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വിൻഡോസിലും ഉബുണ്ടുവിലും ഒരേപോലെ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ടൂള് വിൻഡോസിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ ടൂളിന്റെ പ്രവർത്തനം ഒന്ന് കാണിക്കാം.